ഹലോ ഗായ്സ്, നമുക്കിന്നൊരു അമരയ്ക്കത്തോരൻ ഉണ്ടാക്കിയാലോ. ആദ്യം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് എടുത്തു വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പ് നാളികേരം ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് അതിലേക്ക് കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ ചീനച്ചട്ടിയിലേക്ക് അല്പം എണ്ണ ചേർത്ത് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോള കൂടി ചേർത്ത് കൊടുക്കാം. സവോളയുടെ നിറം ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് ചേഞ്ചായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയുടെ നിറമെല്ലാം ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന അമരക്കയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അമരയ്ക്ക വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ അമരക്കയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടുചേർത്ത് അല്പം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിളക്കി യോജിപ്പിക്കാൻ പാടുള്ളൂ. ഇനി ഈ കൂട്ടെല്ലാം നമ്മുടെ അമരക്കയുമായി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൂട്ടിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയായിക്കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള അമരയ്ക്ക തോരൻ റെഡി. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.